മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. എല്ലാ വർഷവും നബിദിനമുണ്ട്, ബക്രീദ് ഉണ്ട്, ഈദുൽ ഫിത്തർ ഉണ്ട്, റംസാൻ ഉണ്ട്. പക്ഷേ ഇന്നലെ കഴിഞ്ഞ നബിദിനം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിനെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷകരവും അത്ഭുതകരവുമായിട്ട് തോന്നി. ശരിക്കും അത്ഭുതകരമായിട്ടാണ് തോന്നിയത്. ഞാൻ ഇന്നലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ്, നമ്മുടെ സ്ഥാപനത്തിൻ്റെ നാഷണൽ ഹെറിറ്റേജ് സെന്റർ തൃശ്ശൂരിലുണ്ടായിരുന്നു. ഇന്നലെ രാത്രിയാണ് തിരിച്ചു മടങ്ങി വന്നത്. ഞാനവിടെ ഇരിക്കുമ്പോഴത്തേക്കും പതിവില്ലാത്ത വിധത്തിൽ കുറേ വലിയ ഉരുളികളും പാത്രങ്ങളൊക്കെ കഴുകി പുറത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ സെക്കൻഡ് സാറ്റർഡേ സ്കൂൾ ഹോളിഡേ ആണ്, നമ്മുടെ സ്ഥാപനം ഹോളിഡേ ആണ്. എന്തെങ്കിലും പ്രോഗ്രാം നടന്നതായിട്ട് അറിഞ്ഞില്ല. സെക്കൻഡ് സാറ്റർഡേ കുറേ ജൈന മതക്കാർ അവിടെ വന്ന് താമസിച്ചിരുന്നു. അത് തീർത്ഥാടനത്തിന് പോകുന്ന ധാരാളം വ്യക്തികൾ അവിടെ വന്ന് താമസിക്കുന്ന കൂട്ടത്തിൽ ഇവർ താമസിച്ചിരുന്നു. ഞായറാഴ്ച പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രോഗ്രാം ഉള്ളതായിട്ട് അറിഞ്ഞിട്ടില്ല. ഞാൻ അവിടെ വന്ന് തങ്ങിയപ്പോഴും അറിഞ്ഞില്ല. പക്ഷേ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഇത്രയും പാത്രങ്ങൾ കഴുകി ഇങ്ങനെ പുറത്ത് ഉണങ്ങാൻ, വലിയ വലിയ പാത്രങ്ങൾ ഉണങ്ങാൻ വെച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചപ്പോഴാണ് പറഞ്ഞു, സാറേ ഈ പ്രാവശ്യത്തെ നബിദിനം ഈ പ്രദേശത്തുള്ളവർ ആഘോഷിച്ചപ്പോൾ അവർക്ക് പായസവും സ്വീറ്റും എല്ലാം ഉണ്ടാക്കിയത് നമ്മുടെ സ്ഥാപനത്തിൽ, നമ്മുടെ അടുക്കളയിലാണ്, വലിയ പാത്രത്തിലാണ് ഉണ്ടാക്കിയത്. എല്ലാ മുസ്ലിങ്ങൾക്കും ഹിന്ദുക്കള് പാൽപ്പായസം വിതരണം ചെയ്തു നബിദിനത്തോടനുബന്ധിച്ച്. അത് നമ്മളുടെ സ്ഥാപനത്തിൽ നമ്മളുടെ ഗ്യാസ്, നമ്മളുടെ പ്രവർത്തകർ, നമ്മളുടെ പാത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്തത്. അവന് വളരെ സന്തോഷമുണ്ട്. അപ്പൊ അവര് വീണ്ടും പറഞ്ഞു, സാറ് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഈ പ്രാവശ്യം ഈ പ്രദേശത്തെല്ലാം നടന്ന ജന്മാഷ്ടമി കുട്ടികൃഷ്ണന്മാരുടെ യാത്രയിൽ ഈ പ്രദേശത്തുള്ള മുസ്ലിം പള്ളികളിൽ നിന്ന് ധാരാളം പള്ളികളിൽ നിന്നും ഈ നാരങ്ങ വെള്ളം കൊടുത്തിരുന്നു. ചില സ്ഥലത്ത് ബിസ്ക്കറ്റ് കൊടുത്തിരുന്നു. അപ്പോൾ അവർ നല്ല രീതിയിൽ ഇങ്ങോട്ട് സഹകരിക്കുന്നുണ്ട്. അതൊരു വലിയ പുണ്യമല്ലേ സാറേ? അത് കാരണം നമ്മൾ തീരുമാനിച്ചു നബിദിനത്തിന് അങ്ങോട്ടും കൊടുക്കാമെന്ന്. ഇതാണ് ശരിക്കും സംഘച്ഛദ്വം. നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം. ഏതെങ്കിലുമൊക്കെ കാര്യത്തിലൊക്കെ ചിലർക്കൊക്കെ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. എല്ലാവർക്കും ഒരേ കാര്യത്തിൽ ഒരേ അഭിപ്രായം ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ലല്ലോ. പിന്നെ 10-30 കോടി ദേവന്മാരെ ആരാധിക്കുന്ന കൂട്ടത്തിൽ ഏത് ദേവതാ സങ്കല്പവും എടുക്കാൻ നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ. 1,00,000-ഓളം ഗ്രന്ഥങ്ങൾ നമുക്ക് നമ്മുടെ പൈതൃക ഗ്രന്ഥങ്ങളായിട്ട്, ആത്മീയ ഗ്രന്ഥങ്ങളായിട്ടുള്ളത് പോലെ അതിനിടയ്ക്ക് ഏത് ഗ്രന്ഥങ്ങളും ചേർക്കാൻ നമുക്ക് വിഷമമില്ലല്ലോ. അപ്പൊ ഇങ്ങനെ ഒന്ന് സംഘച്ഛദ്വം വേദമന്ത്രത്തിൽ നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോകാം. സംവദത്വം, ഉള്ളു തുറന്ന് സംസാരിക്കാം. സംവോമനാംസി ജാനത, ഒരേ മനസ്സുള്ളവരായി തീരാം. ദേവാഭാഗമിതാ പൂർവേ സഞ്ജാനാനാ ഉപാസത, ഏത് കർമ്മവും ഈശ്വരാർപ്പണമായിട്ട് ചെയ്യാം. സമാനോ മന്ത്ര സമിതി സമാനി സമാനം മനസഹചിത്തമേഷം. ഒരേ മന്ത്രം, ഒരേ ലക്ഷ്യം, ഒരേ വീക്ഷണം, ഒരേ കാര്യത്തിന് വേണ്ടി സമിതികളില്, കമ്മിറ്റികളിൽ പ്രവർത്തിക്കൽ, ഒരേ മനസ്സ്, ഒരേ ചിന്ത, ഒരേ രീതിയിലുള്ള പ്രവർത്തന രീതി നമുക്ക് ഒരുമിച്ച് ചെയ്യാം. സമാനം മന്ത്രം അഭിമന്ത്രയേവ. ഒരു മന്ത്രത്തിന് കോംപ്ലിമെന്ററി മന്ത്രമായി തീരട്ടെ മറ്റുള്ളവരുടെ മന്ത്രം, കോൺട്രഡിക്ടറി ആവാതിരിക്കട്ടെ. സമാനീവ ആകൂതി സമാനാ ഹൃദയാനിവ. നമ്മുടെ നിലനിൽപ്പും നമ്മളുടെ ഹൃദയമിടിപ്പ് പോലും ഒരേപോലെയുള്ളതാവട്ടെ. സമാനീവ ആകൂതി സമാനാ ഹൃദയാനിവ സമാനമസ്തു ഓമനോ യഥാവസ്തു സഹാസി. ഒരേ മനസ്സോടുകൂടി ചിരിച്ചുകൊണ്ട് ഒരുമിച്ച് ജീവിക്കാം എന്ന ഐകമത്യ സൂക്തത്തിന്റെ പ്രതിഫലനം പോലെ നാഷണൽ ഹെറിറ്റേജ് സെന്ററിൽ ഇങ്ങനെ ഗംഭീരമായിട്ടൊരു നബിദിനം ആഘോഷത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കാൻ എല്ലാവരും കൂടി തയ്യാറായ വിവരം ഇത് നിങ്ങളോട് അറിയിക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട്. മാത്രമല്ല, നമ്മുടെ ഈ കുടുംബ സംഗമം എന്ന് പറഞ്ഞ ഒക്ടോബർ 2-ാം തീയതി ക്ഷേത്രത്തിന്റെ കാര്യങ്ങൾ ചെയ്യുക, കുറെ ക്ലാസ്സുകൾ എടുക്കുക, എല്ലാ വർഷവും പതിവുള്ളതാണ്. ഒക്ടോബർ 2-ാം തീയതി അത് ഗംഭീരമായിട്ട് നടന്നു.
കഴിഞ്ഞ വർഷം നടന്നു. അതിലിപ്രാവശ്യം ഉണ്ടാക്കിയത് ബിരിയാണിയാണ്. അതിൽ റഷീദും ഇസ്മായിലും രണ്ടുപേരാണ് ബിരിയാണി ഉണ്ടാക്കിയത്. നമ്മളുടെ തന്നെ സ്റ്റാഫാണ്. വളരെ ഗംഭീരമായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ശരിക്ക് ഇസ്മായിലിനും റഷീദ് എന്ന് പറയുന്നവർ ഇങ്ങനെ ഒരു യജ്ഞത്തിൽ അവരുടെ കടയിൽ നിന്ന് തന്നെ സാധനങ്ങൾ കൊണ്ടുവന്ന് പേയ്മെന്റ് നടത്തിയിട്ടാണ്, ഫ്രീ അല്ല. അവരും പങ്കെടുക്കാൻ വളരെയധികം ഇഷ്ടപ്പെട്ടിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്റ്റാഫായ സ്ഥിതിക്ക് അകത്തുള്ളവരാണ്. അങ്ങനെ ഒരു സഹവർത്തിത്വം വളരെ ഗംഭീരമായിട്ട് ഇപ്രാവശ്യം നവദിനത്തിന് നമ്മുടെ സ്ഥാപനത്തിൽ ജനങ്ങളും മറ്റുള്ളവരും സ്ഥാപനത്തിലെ പ്രവർത്തകരും എല്ലാം കൂടി ഇതാക്കി എന്നുള്ളത് ഇന്നലെ കേട്ടപ്പോൾ വളരെ ആഹ്ലാദം തോന്നി. വളരെ ധന്യമായിട്ടുള്ളൊരു അനുഭവമായിട്ട് തോന്നി. അത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നു. പ്രണാമം, നമസ്കാരം.